മാർക്കറ്റ് എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്, എവിടെയാണ് എക്സിറ്റ് ചെയ്യുന്നത്, ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഡിസിഷനാണ്. അത് കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാർക്കറ്റിൻ്റെ ഓരോ റിവേഴ്സൽസും, ഒരു സപ്പോർട്ടിൽ നിന്ന് നേരെ റിവേഴ്സലാവുന്നതും അതുപോലെ തന്നെ റെസിസ്റ്റൻസിൽ നിന്ന് ഡൗൺ ആകുന്നതും കൃത്യമായിട്ട് എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും? സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം RSI എന്നുള്ളൊരു ഇൻഡിക്കേറ്ററെ കുറിച്ചിട്ട്. സോ ഈ ഒരു ഇൻഡിക്കേറ്റർ കുറച്ചുകൂടി നല്ല ഒരു മെത്തേഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് റിവേഴ്സൽ വളരെ കൃത്യമായിട്ട് പ്രവചിക്കാനായിട്ട് സാധിക്കും. ഒരു RSI ഇൻഡിക്കേറ്ററിൻ്റെ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കരുത്. ഇതിനെ നമ്മൾ RSI ഡൈവർജൻസ് എന്നാണ് വിളിക്കുക. സോ RSI ഇൻഡിക്കേറ്ററും നമ്മുടെ പാറ്റേണുകളും കൂടി മിക്സ് ചെയ്ത് ക്ലബ് ചെയ്തിട്ട് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അതിനുവേണ്ടി ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ RSI ഡൈവർജൻസ് എന്നുള്ള ഒരു ടെക്നിക്ക് കൂടി മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഹായ്, എല്ലാവർക്കും വെൽക്കം ടു ട്രേഡ് ടോക്സ്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഫേസ് ടു ഫേസ് വന്ന ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു യൂസ്ഫുള്ളായിട്ട് വളരെ നോളജ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ്. RSI ഡൈവർജൻസ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. സോ ഇതൊരു വീഡിയോ ആയിട്ട് ഇതുവരെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ RSI ഡൈവർജൻസ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഉറപ്പായിട്ട് മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു 13 വീഡിയോസ് ചേർന്നിട്ടുള്ളൊരു വീഡിയോ സീരീസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. സോ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ആ 13 വീഡിയോസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ RSI ഡൈവർജൻസ്. അപ്പോൾ എന്താണ് RSI ഡൈവർജൻസ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന RSI ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ പോയിട്ട് ചുമ്മാ RSI എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചവറ് പോലെ വീഡിയോസ് അവൈലബിൾ ആണ്. അതേ ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, RSI. ഇത് എന്താ പറയുക, പഴയ വൈൻ നമ്മൾ കുറച്ചുകൂടി നല്ല കോപ്പയിൽ ഒഴിച്ച് വെച്ച് നിങ്ങളെ കാണിച്ചു തരികയല്ല ചെയ്യുന്നത്. അതേ വൈനിലെ ഇൻഗ്രീഡിയൻസ് വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ കൂട്ടി വളരെ മികച്ചൊരു വൈനായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ RSI ഡൈവർജൻസ്, RSI ഇൻഡിക്കേറ്റർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറയാം. സോ നിങ്ങൾ ഒരു മാർക്കറ്റിൽ 100 ആളുകൾ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. വളരെ ഈസി ആയിട്ടാണ് ഞാൻ പറയുന്നത്. സോ RSI ഇൻഡിക്കേറ്റർ നമുക്ക് 0 to 100 എത്ര ബയേഴ്സ് ഉണ്ട്, എത്ര സെല്ലേഴ്സ് ഉണ്ട് എന്നുള്ളൊരു എണ്ണമാണ് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തരിക. അപ്പോൾ RSI ഒരു 40ൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സോ RSIയിൽ ഓൾറെഡി 40 ബയ്യേഴ്സ് ആണ് ഉള്ളത്, 60 സെല്ലേഴ്സ് ആണ്. സോ ഇനി ബയ്യേഴ്സിന് 60ഉം കൂടി കടക്കാനാണ്. ബയ്യേഴ്സ് ആണ് കുറവ്, സെല്ലേഴ്സ് ആണ് കൂടുതൽ. സോ ബയ്യേഴ്സിന് മുകളിലോട്ട് സ്പേസ് ഉണ്ട്, ബയ്യേഴ്സിന് മുകളിലോട്ട് പോകാൻ സാധിക്കും. അതായത് മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ സാധിക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്നാണ് ബേസിക്കായിട്ട് നമുക്ക് ഇൻഫർമേഷൻ. ഇപ്പോൾ RSI ഒരു 90 എത്തി നിൽക്കുകയാണെങ്കിൽ 90 ബയേഴ്സ് ഓൾറെഡി ബൈ ചെയ്ത് കഴിഞ്ഞു. ഇനി 10 ബയേഴ്സിന് കൂടി ബൈ ചെയ്യാനായിട്ട് ബാക്കിയുള്ളൂ. സോ ഒരു മാർക്കറ്റ് റിവേഴ്സലാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. സോ നമുക്കൊരു RSI ഡയറക്റ്റ്ലി നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ RSI ഡൈവർജൻസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ RSI ഇൻഡിക്കേറ്ററിൻ്റെ യാതൊരു ഐഡിയാസ് നമ്മൾ ഡയറക്റ്റ്ലി ഇതിൻ്റെ അത് ഉപയോഗിക്കുന്നില്ല. സോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പാറ്റേൺസ് ആണ്, ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺസ്. സോ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺസ് ഏതൊക്കെയാണ്? സോ നമ്മളൊരു ചാനൽ ഉണ്ടെങ്കിൽ ചാനലിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലായിട്ട് വേണമെങ്കിൽ കണക്കൂട്ടാം. പിന്നെ നമ്മുടെ മേജറായിട്ടുള്ള ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺസ് എന്ന് പറയുന്നത് ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, ഇതുപോലെ തന്നെ ട്രിപ്പിൾ ടോപ്പ്, ട്രിപ്പിൾ ബോട്ടം, പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ ഒക്കെ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺസ് ആയിട്ട് കാണാനായിട്ടും. ഇതുപോലെ തന്നെ ഹാർമോണിക് വേവ്സ് എല്ലാം ട്രെൻഡ് റിവേഴ്സലാണ്. അതുപോലെ തന്നെ വൂൾഫ് വേവ്, ഇതും ട്രെൻഡ് റിവേഴ്സലാണ്. ഇത്തരത്തിലുള്ള എല്ലാ പാറ്റേണുകളിലും നമുക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് ഒരു കണ്ടീഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് RSI ഡൈവർജൻസ്. ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേണും ഒരു RSI ഡൈവർജൻസും ഒരു ക്യാൻഡിൽ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എബവ് 90% അക്യുറസി തന്നെ RSI ഡൈവർജൻസ് പ്ലസ് പാറ്റേൺ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ
ഇനി ഞാൻ നേരെ ചാർട്ട് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതങ്ങനെ വരച്ച് എങ്ങനെ അത് കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേഡ് ടോക്സിൻ്റെ RSI ഡൈവർജൻസ് എന്ന് പറയുന്ന എപ്പിസോഡിലേക്ക് വെൽക്കം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലാണ്. നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഡെയിലി ഇൻട്രാഡേ പിക്സ് എന്ന് പറയുന്നിട്ടൊരു സെഗ്മെൻറ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാനുള്ള ഇൻട്രാഡേ സ്റ്റോക്ക് പിക്സ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഫോളോ ചെയ്യാം, നിങ്ങൾ വാച്ച് ചെയ്യുക. അതിൻ്റെ പിന്നിലുള്ള ടെക്നിക്കൽ അനാലിസിസ് റീസൺസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാച്ച് ചെയ്യുക. കൺഫേംഡ് ആണെങ്കിൽ നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് കൂടി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രേഡുകൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ഇനിഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഫൈൻ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് RSI ഡൈവർജൻസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. സോ ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും RSI ഇൻഡിക്കേറ്റർ എന്താണെന്ന് അറിയാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് RSI ഇൻഡിക്കേറ്റർ നമ്മുടെ ചാർട്ടിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ട്രേഡിംഗ് വ്യൂ ആണ്. നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഏതാണോ അതനുസരിച്ചുള്ള ചേഞ്ചസ് അതിൻ്റെ അകത്ത് വരും. ട്രേഡിംഗ് വ്യൂവിൻ്റെ അകത്താണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, വേറെ RSI ഡൈവർജൻസ് എന്ന് പറയുന്ന ഒരു സാധനമല്ല, ഡയറക്റ്റ് RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാം. ഇവിടെ വേറെ ഒന്നുമില്ല, ഫസ്റ്റ് തന്നെ വരുന്നതാണ് RSI എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുക. സോ ഇതാണ് RSI ഇൻഡിക്കേറ്റർ. RSI ഇൻഡിക്കേറ്ററിൻ്റെ ഡെപ്തിലേക്കൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. സോ അത് ഒത്തിരി യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം. സോ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഒരു ബിയറിഷ് മാർക്കറ്റിൽ RSI ഡൈവർജൻസ് എങ്ങനെ വർക്കൗട്ട് ആകുന്നു എന്നുള്ളതാണ്. സോ ഒരു ബിയറിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് പോകുമെന്നാണ്. സോ ഒരു ബിയറിഷ് മാർക്കറ്റിന്റെ പാറ്റേണുകൾ എന്തൊക്കെയാണ്? ബിയറിഷ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മിക്കവാറും ഒരു ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേണിലായിരിക്കും. സോ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ എന്താണെന്ന് നോക്കാം. സോ ഒരു ഹൈ, ദെൻ ഒരു ലോ, ദെൻ അഗെയിൻ ആ റെസിസ്റ്റൻസ് ലെവലിൽ വരുന്നു, ഒരു റിവേഴ്സൽ ആവുന്നു. ഇതാണ് ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ. രണ്ട് പ്രാവശ്യം ഒരു റെസിസ്റ്റൻസിൽ തട്ടി മാർക്കറ്റ് റിവേഴ്സ് ആവുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡബിൾ ടോപ്പ് പാറ്റേൺ എന്ന് വിളിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പാറ്റേൺസിന്റെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്ക് എന്തുണ്ട്, ഒരു RSI ഡൈവർജൻസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളും കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. നമുക്ക് ഇതെങ്ങനെയാണ് RSI ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കുക. സോ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വരച്ച് കാണിക്കാം, നമുക്ക് എന്നിട്ട് ഒറിജിനൽ ഇമേജസ് കാണിക്കാം. RSI ഇൻഡിക്കേറ്റർ ആണ് എന്ന് വിചാരിക്കുക. നമ്മൾ താഴെ കാണുന്ന സാധനമാണ് ഇതെന്ന് വിചാരിക്കുക. ഈ വര ഒന്ന് മാച്ച് കളയണമല്ലോ, ഈ വര ഒന്ന് മാച്ച് കളയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ രണ്ടും കൂടി ഓക്കെ, നോ ഇഷ്യൂസ്, അവിടെ കിടക്കട്ടെ. സോ നമുക്ക് RSI എന്ന് പറയുന്നത്, അപ്പോൾ RSI എന്ത് ചെയ്യുന്നു, ഈ പ്രൈസ് ഫസ്റ്റ് പ്രൈസ് എബോവ് പോകുമ്പോൾ RSIയും അതിൻ്റെ കൂടെ തന്നെ എബോവ് പോകുന്നു. ദെൻ ഒരു റെസിസ്റ്റൻസ് തട്ടി തിരിച്ചു വരുമ്പോൾ RSI എന്ത് ചെയ്യുന്നു, ഒന്ന് തിരിച്ച് താഴത്തോട്ട് വരുന്നു. ദെൻ അഗെയിൻ ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ RSIയും അതിൻ്റെ കൂടെ തന്നെ എബോവ് മുകളിൽ പോകുന്നു, തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുന്നു. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് RSI ആദ്യം പോയ പ്രൈസ് ആദ്യം പോയ ഹൈ ലെവലിലേക്ക് പ്രൈസ് വീണ്ടും ഹൈ ലെവലിലേക്ക് പോയി. പക്ഷെ RSI എന്ത് ചെയ്യുന്നു, RSI ആദ്യം പോയൊരു ഹൈ ലെവൽ പിന്നെ പോകുന്നില്ല. RSIയിൽ നമ്മളൊരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഒരു ഡൗൺവേർഡ് താഴത്തോട്ട് ചരിഞ്ഞിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് RSIയിൽ വരയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒറിജിനൽ ചാർട്ട്സ് കാണിച്ചു തരാം. RSIയിൽ താഴത്തോട്ട് ചരിഞ്ഞിരിക്കുന്ന ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും എപ്പോൾ, ഒരു ഡബിൾ ടോപ്പോ ഒരു റിവേഴ്സൽ പാറ്റേൺസോ കാണുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇന്നലത്തെ നിഫ്റ്റിയുടെ ചാർട്ട്. ഇന്നലെ നിഫ്റ്റി ഡൗൺ സൈഡ് വന്ന ഒരു സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇതാണ് നിഫ്റ്റിയിൽ ഇന്നലെ വന്നിരിക്കുന്ന ഒരു നിയർലി ഒരു ഡബിൾ ടോപ്പ് സ്ട്രക്ചർ. അത് പക്ക ഡബിൾ ടോപ്പ് സ്ട്രക്ചർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അതൊരു ഡബിൾ ടോപ്പ് സ്ട്രക്ചർ തന്നെയാണ്. സോ ഒരു റെസിസ്റ്റൻസ്, ഒരു ലോ, വീണ്ടും ഒരു റെസിസ്റ്റൻസ്. ഈ ഒരു സമയത്ത് നിങ്ങൾ നമ്മുടെ RSI എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് എന്ന് നോക്കുക. സോ നിങ്ങൾ നോക്കുക, ഹൈ പോയ സമയത്ത് RSI ഇവിടെയാണ്, ഇവിടെ ഒരു ഹൈ ഉണ്ട് നിയർലി നമ്മുടെ ആ ഒരു ലെവൽ, ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ ആയിട്ട് വേണമെങ്കിൽ അതിന് എടുക്കാം. അങ്ങനെ എടുക്കാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഡബിൾ ടോപ്പ് ആയിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ മതി. സോ RSI ആദ്യം ഒരു ഹൈ പോയി, വീണ്ടും മാർക്കറ്റ് ഹൈ വന്നപ്പോൾ ആദ്യം പോയ ഹൈയുടെ താഴെ മാത്രമാണ് RSI ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. സോ മൂന്നാമതും ഒരു ഹൈ വന്നപ്പോൾ
ഈ 3 ലൈൻസിനേക്കാൾ താഴെയാണ് RSI മൂന്നാമത് കീപ്പ് ചെയ്യുന്നത്. RSIയിൽ എന്ത് പറ്റി? RSI ഒരു ഡൗൺ സൈഡ് ആംഗിളിൽ ഒരു ട്രെൻഡ് ലൈൻ കീപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ മൂന്നാമത് നമ്മൾ വരച്ച ലൈൻമ വന്ന് ടച്ച് ചെയ്യുന്നു, മാർക്കറ്റ് വളരെ പെട്ടെന്ന് ക്രാഷ് ചെയ്യുന്നു. സോ നമുക്കറിയാം ഇത് 15,190 ആണ്, ഹൈ വന്നിരിക്കുന്നത് 15,230 ആണ്. നിയർലി 40 പോയിന്റ് ആണ് ആ ഡബിൾ ടോപ്പിന്റെ വിഡ്ത്ത്. ആ ഡബിൾ ടോപ്പിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. ഈ ലോ മുതൽ ഈ ഹൈ വരെ ഈ വിഡ്ത്ത്. സോ അത്രയും തന്നെ ടാർഗറ്റ് വരും എന്നാണ് ഡബിൾ ടോപ്പിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ ഒരു 40 പോയിന്റ് വളരെ ഈസി ആയിട്ട് ഒരു ടാർഗറ്റ് ആണ്. ഫ്യൂച്ചറിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഓപ്ഷൻസിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നല്ലൊരു ടാർഗറ്റ് എടുക്കാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിരുന്നത്. സോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിയ ടാർഗറ്റ് കിട്ടുമ്പോൾ കുറച്ചുകൂടി സേഫ് പ്ലേസിന് ലോ ബ്രേക്ക് ചെയ്യും. RSI ഡൈവർജൻസ് കൺഫർമേഷൻ തന്നു, ലോ കൂടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡബിൾ കൺഫർമേഷനിൽ ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി നാച്ചുറൽ ഗ്യാസിൽ നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ഇത് ഇന്നലത്തെ നാച്ചുറൽ ഗ്യാസ് ആണ്. സോ നാച്ചുറൽ ഗ്യാസിൽ ഇന്നലെ നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ്. സോ അടുത്ത ദിവസമാണ് മിക്കവാറും ഇത് ഫോളോ അപ്പ് ചെയ്യത്തുള്ളൂ. നാച്ചുറൽ ഗ്യാസ് ഒരു 215 എന്ന് പറയുന്ന റെസിസ്റ്റൻസിൽ ആദ്യം വന്നു, ദെൻ പിന്നീട് ലോ പോയി എഗെയിൻ 215 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലിൽ വരുന്നു. അപ്പോൾ RSI നിങ്ങൾ നോക്കുക, ആദ്യം RSI ഹൈ ആണ്, രണ്ടാമത് പ്രൈസ് വീണ്ടും മുകളിൽ പോയപ്പോൾ പോലും ആദ്യം വന്നിരുന്ന ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് RSI റെഡി ആവുന്നില്ല. RSIക്ക് എന്ത് പറ്റുന്നു? RSI ഒരു ഡൗൺ സൈഡ് കീപ്പ് ചെയ്യുന്നു. സോ ഇനിയും നാളെ ഓട്ടോമാറ്റിക്കലി ആ മാർക്കറ്റ് താഴ്ത്തോട്ട് വരാനുള്ള റീസൺസ് ആണ് നമുക്ക് RSI വെച്ച് പറയാൻ. മാർക്കറ്റ് മിക്കവാറും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കൂടുതൽ ഡൗൺ സൈഡ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നാളെ ഒറ്റയടിക്ക് ഗ്യാപ്പ് അപ്പ് പോകുന്നതിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന തിയറീസ് എല്ലാം അവിടെ തെറ്റും. പക്ഷെ മാർക്കറ്റിന് കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ആകുമ്പോൾ ഈ RSI ഡൈവർജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. സോ ഇതിന് മുമ്പത്തെ ഒരു ദിവസം മാർക്കറ്റിൽ നാച്ചുറൽ ഗ്യാസിൽ എനിക്ക് തോന്നുന്നു 11-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഫെബ്രുവരി 11-ാം തീയതി നിങ്ങൾ നോക്കുക, നിയർലി ഒരു ഡബിൾ ടോപ്പ് സ്ട്രക്ചർ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നു നാച്ചുറൽ ഗ്യാസിൽ. അവിടെ എന്ത് പറ്റുന്നു? RSI ഡൈവർജൻസ് വളരെ ഈസി ആയിട്ട് വർക്കൗട്ട് ആവുന്നു. ഒരു ഹൈ, അടുത്ത RSI ഹൈ എന്ന് പറയുന്നത് നേരത്തെ വന്നിരിക്കുന്ന ഹൈനേക്കാളും ലോ ആണ്. പക്ഷെ ഇവിടെ എന്ത് പറ്റുന്നു? പ്രൈസിലൊരു ഹൈ വരുന്നു, രണ്ടാമത് വരുന്ന പ്രൈസ് തൊട്ടുമുമ്പത്തെ പ്രൈസിനേക്കാളും വലുതാണ്. എന്നിട്ടും RSI മാർക്കറ്റ് റിവേഴ്സ് ആവുന്നതിന് മുൻപ് തന്നെ RSIയിൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ നമുക്ക് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടും. സോ ഇതാണ് ഒരു ബീറിഷ് മാർക്കറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. സോ നമുക്കൊരു ബുള്ളിഷ് മാർക്കറ്റിൽ ഇതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കാം. എന്താണ് ബുള്ളിഷ് മാർക്കറ്റ്? ബുള്ളിഷ് മാർക്കറ്റിലെ പാറ്റേൺ എന്ന് പറയുന്നത് ഡബിൾ ബോട്ടം ആണ്. ഒരു ലോ, ഒരു ഹൈ, വീണ്ടും ഒരു ലോ, അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ വരും. അപ്പോൾ രണ്ട് ലോ വരുന്നു. സോ RSI ഇങ്ങനെയായിരിക്കും കീപ്പ് ചെയ്യുക. RSI ഏറ്റവും താഴെ വരുന്നു, അതിനുശേഷം മാർക്കറ്റ് മുകളിൽ പോകുമ്പോൾ RSI ഒന്ന് മുകളിൽ പോകുന്നു, വീണ്ടും മാർക്കറ്റ് താഴെ വരുമ്പോൾ RSI താഴെ വരുന്നു, മാർക്കറ്റ് മുകളിൽ പോകുമ്പോൾ വീണ്ടും മുകളിൽ പോകുന്നു. പക്ഷെ RSIയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റ് റിവേഴ്സ് ആവുന്നതിന് മുൻപ് തന്നെ മുകളിലോട്ട് ചരിഞ്ഞിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. മുകളിലോട്ട് ചരിഞ്ഞിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് പറ്റും. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇതാണ് RSI ഡൈവർജൻസ്. സോ RSI ഡൈവർജൻസ് ഇവിടെ നിഫ്റ്റിയിൽ ഒരു ഡബിൾ ബോട്ടം സ്ട്രക്ചർ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഇത് നിഫ്റ്റിയുടെ പഴയ ചാർട്ടാണ്. പഴയ ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-ാം തീയതി വന്നിരിക്കുന്നതാണ്. 10-ാം തീയതിയിലത്തെ ചാർട്ടാണ്. ഇവിടെ എന്ത് പറ്റി? ഒരു ലോ വന്നിരിക്കുന്നു, രണ്ടാമതൊരു ലോ വന്നിരിക്കുന്നു. പക്ഷെ RSIയിൽ എന്ത് പറ്റി? ആദ്യം വന്ന ലോനേക്കാൾ ഒത്തിരി മുകളിലാണ് രണ്ടാമത് വന്ന ലോയില് RSI വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഗ്രീൻ ലൈൻ, മുകളിലോട്ട് ചരിഞ്ഞിരിക്കുന്ന ഒരു ഗ്രീൻ ലൈൻ RSIയിൽ വരയ്ക്കാൻ പറ്റും. സോ അത് മാർക്കറ്റിനെ ട്രെൻഡിനെ കാണിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ മാർക്കറ്റ് വളരെ ഈസി ആയിട്ട് നമ്മുടെ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് ഹൈയിലേക്ക് പോയതായിട്ട് കാണാൻ പറ്റും. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഒരു RSI ഡൈവർജൻസ് എന്ന് പറയുന്നത്. സോ RSI മാർക്കറ്റിന് മുമ്പേ നമുക്കൊരു ഇൻഡിക്കേഷൻ തരും. 5 മിനിറ്റ്സിലോ 50 മിനിറ്റ്സിലോ വലിയ 1 അവറിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈം യൂസ് ചെയ്യാനും ഇത് വരച്ച് നോക്കാനായിട്ട് പറ്റും. ഒത്തിരി ചാർട്ടിൽ വരച്ച് നോക്കുക, ഇതിനെക്കുറിച്ച് പഠിക്കാം. ഇനി ഒരു അക്യുമുലേഷൻ നിൽക്കുന്ന സമയത്താണ്, ഇത് നാച്ചുറൽ ഗ്യാസിന്റെ ചാർട്ടാണ്, ഇതൊരു അക്യുമുലേഷൻ ആണ്. ഒരു ബോക്സിന്റെ അകത്താണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. വലിയൊരു ഇത്തരത്തിലുള്ളൊരു ബോക്സിന്റെ അകത്താണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഒത്തിരി നേരം അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ തന്നെ RSI കരുത്താർജിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. എന്താണ് കൂടുന്നത്? സെല്ലേഴ്സിന്റെ എണ്ണം കുറഞ്ഞ് ബയേഴ്സിന്റെ എണ്ണം കൂടി വരുന്നതായിട്ടാണ് RSI ഇൻഡിക്കേഷൻ തരുന്നത്. സോ RSI സ്ട്രെങ്തൻ വരുന്നു എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന്. താഴെ നിന്ന് RSI സ്ട്രെങ്തൻ ചെയ്ത് വരുന്ന ഒരു ഇൻഡിക്കേഷൻ നമുക്കിവിടെ വളരെ ഈസി ആയിട്ട് കിട്ടും. സോ ഇത് തന്നെയാണ് മുകളിൽ വെച്ച് ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണോ
അക്യുമുലേഷൻ ആണോ മാർക്കറ്റിൽ നടക്കുന്നത് എന്ന് RSI വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കറിയാം ഇലിയഡ് വേവ്സ് ആയാലും വൂൾഫ് വേവ്സ് ആയാലും എല്ലാത്തിനും RSIയിൽ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡുകൾ ഉപയോഗിച്ച് അതിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. RSI വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ്. സാധാരണ യൂട്യൂബേഴ്സ് RSIനെ കുറിച്ച് പറയുന്ന ഒരു മെത്തേഡിൽ നിങ്ങൾ RSIനെ കാണരുത്. സോ RSI ഡൈവർജൻസ് പോലെ RSI ഒരു കൺഫർമേഷൻ ടൂളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുക. ഒരു ട്രേഡിംഗ് ടൂൾ അല്ല RSI ഡൈവർജൻസ്. ഒരു പാറ്റേൺ കിട്ടുമ്പോൾ ആ പാറ്റേണിന്റെ കൺഫർമേഷൻ ടൂളായിട്ട് നിങ്ങൾക്ക് RSI ഉപയോഗിക്കാവുന്നതാണ്. സോ ടാറ്റ കെമിക്കലിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഒരു നോർമൽ ഡബിൾ ടോപ്പ് പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഒരു ഡൗൺ സൈഡ് സ്ലൈൻഡ് ആ ഒരു സ്ലൈൻഡ് അതിനുണ്ട്. അതിൻ്റെ RSI നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഷാർപ്പായിട്ടൊരു ഡൗൺ സൈഡ് നിൽക്കുന്നുണ്ട്. സോ അത് വലിയ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ അതൊരു വൂൾഫ് വേവ് ഫോം ആയിട്ടുണ്ട് എന്ന് നമുക്ക് ടാറ്റ കെമിക്കൽസിൽ ഒരു വൂൾഫ് വേവ് ഫോം ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ലോങ് ടൈം ടാർഗറ്റ് ഇപ്പോൾ വൂൾഫ് വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് December 7 സോ ഇതിൻ്റെ ലോങ് ടൈം ടാർഗറ്റ് നമുക്ക് ഡൗൺ സൈഡ് വേണമെങ്കിൽ ഒരു 440 റേഞ്ചിലേക്ക്, ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് ഒരു 500 റേഞ്ചിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടാറ്റ കെമിക്കൽസ് പ്രതീക്ഷിക്കാം. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഡബിൾ ബോട്ടം സ്ട്രക്ചറും ഒരു RSI ഡൈവർജൻസും ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് RSI ഡൈവർജൻസ്. എല്ലാവരും ഇത് വളരെ ക്ലിയർ ആയിട്ട് 1-2 പ്രാവശ്യം വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് കണ്ട് ഇത് വരച്ച് പഠിക്കുക, മാർക്കറ്റിൽ യൂസ് ചെയ്യുക. നിങ്ങളുടെ എഫിഷ്യൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മേജർ ട്രേഡേഴ്സും തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് RSI ഡൈവർജൻസ്. ഉറപ്പായിട്ടും വീഡിയോ വാച്ച് ചെയ്തതിന് വളരെ താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ട്രേഡിംഗ് ഡേ ഞാൻ ആശംസിക്കുകയാണ്. ബൈ.